Let. How can we use it? ഒരു നിർദ്ദേശം വയ്ക്കാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അനുവാദം കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരാളോടൊരു അനുവാദം ചോദിക്കാൻ ഇവയ്ക്കൊക്കെ ലെറ്റ് ഉപയോഗിക്കാം. ഹി ലെറ്റ്സ് മീ, അദ്ദേഹം എന്നെ അനുവദിച്ചു. ഹി ലെറ്റ്സ് മീ ടോക്ക് വിത്ത് ഹിം, അദ്ദേഹവുമായി സംസാരിക്കാൻ അദ്ദേഹം എന്നെ അനുവദിച്ചു അല്ലെങ്കിൽ അനുവദിക്കുന്നു. അതുപോലെ ദേ ലെറ്റ് മീ യൂസ് ദെയർ റൂം, അവരുടെ മുറി ഉപയോഗിക്കാൻ എന്നെ അനുവദിച്ചു. ഷീ ലെറ്റ്സ് മീ ഡാൻസ് വിത്ത് ഹെർ, അവളോടൊപ്പം ഡാൻസ് ചെയ്യാൻ എന്നെ അനുവദിച്ചു. അപ്പോൾ ലെറ്റ് ഈസ് അലൗ ടു ഓർ പെർമിറ്റ് ടു സംതിങ്. ജോൺ നെവർ ലെറ്റ് മീ പേ ഫോർ ഡിന്നർ, അത്താഴത്തിൻ്റെ പണം നൽകാൻ ജോൺ എന്നെ അനുവദിച്ചില്ല. ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് ലെറ്റ് ഹിം ഗോ, അവൾ വാതിൽ തുറന്ന് അവനെ പോകാൻ അനുവദിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റുകൾക്കൊപ്പം, അതായത് ഐ, യു, ദേ, വി തുടങ്ങിയവയ്ക്കൊപ്പം ചേർക്കേണ്ടത് ലെറ്റ് ആണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റുകൾക്കൊപ്പം, അതായത് ഹി, ഷീ, ഇറ്റ് തുടങ്ങിയവയ്ക്കൊപ്പം ചേർക്കേണ്ടത് ലെറ്റ്സ് ആണ്. ലെറ്റ് മീ എന്ന് വച്ചാൽ എന്നെ അനുവദിക്കൂ എന്നാണ്. ലെറ്റ് മീ മേക്ക് മൈ ഓൺ ഡിസിഷൻ, എന്നെ സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ അനുവദിക്കൂ. ലെറ്റ് മീ മേക്ക് മൈ ഓൺ ഡിസിഷൻ. ലെറ്റ് മീ ഗോ ദെയർ, എന്നെ അവിടെ പോകാൻ അനുവദിക്കൂ. ലെറ്റ് മീ മേക്ക് എ സജഷൻ അബൌട്ട് വെയർ ടു ഗോ ഓൺ ഹോളിഡേ, ഹോളിഡേക്ക് എവിടെയാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ അതിനെക്കുറിച്ച് പറയട്ടെ. ലെറ്റ് മീ ടേസ്റ്റ് ദ കറി ബിഫോർ യു ആഡ് മോർ ചില്ലി, കറിയിൽ കൂടുതൽ മുളക് ചേർക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അതിനുശേഷം കൂടുതൽ ചേർക്കണോ എന്ന് നമുക്ക് നോക്കാം എന്ന രീതിയിലാണ്. ലെറ്റ് മീ സ്ലീപ്പ് ഫോർ എ വൈൽ, ഐ ആം ടോട്ടലി ടയേർഡ്, ഞാൻ ആകെ ക്ഷീണിതനാണ്, എനിക്ക് ഒന്ന് ഉറങ്ങണം, ഉറങ്ങിയേ പറ്റൂ, ഉറങ്ങിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ലെറ്റ് മീ സീ ഹെർ, ഐ നീഡ് ടു ടോക്ക് ടു ഹെർ അബൌട്ട് സംതിങ്. ലെറ്റ് മീ സീ ഹെർ, അവളെ എന്നെ ഒന്ന് കാണാൻ അനുവദിക്കൂ. ഐ നീഡ് ടു ടോക്ക് ടു ഹെർ അബൌട്ട് സംതിങ്, അവളോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ലെറ്റ് മീ ടെൽ യു ഐ ക്യാൻ ക്ലാരിഫൈ, നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ, എനിക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ കഴിയും, നിങ്ങളോടത് വ്യക്തമാക്കി തരുവാൻ എനിക്ക് കഴിയും. അതുപോലെ മറ്റൊന്ന് ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി അബൌട്ട് എ ഫ്രണ്ട് ഓഫ് മൈൻ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ ഞാൻ നിങ്ങളോട് ഒന്ന് പറഞ്ഞോട്ടെ. ചില സെൻറ്റൻസുകൾ കൂടി. ലെറ്റ് മീ ആസ്ക് യു അഗൈൻ ഡു യു തിങ്ക് ഐ ഡിഡ് ദിസ്, ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, ഞാനാണിത് ചെയ്തത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, നിങ്ങൾ കരുതുന്നുണ്ടോ. ലെറ്റ് മീ ഗോ നൗ ആൻഡ് ഐ വിൽ കോൾ യു ബാക്ക്, ഞാനിപ്പോൾ പോകട്ടെ, നിങ്ങളെ ഞാൻ തിരിച്ചു വിളിച്ചു കൊള്ളാം. ലെറ്റ് മീ ടെസ്റ്റ് വൺ ബിഫോർ ആഡിങ് സാൾട്ട് ടു ദ കറി, കറിയിൽ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം ഉപ്പ് ചേർക്കണോ വേണ്ടയോ എന്ന്. എപ്പോഴും കേൾക്കാറുള്ള മറ്റൊരു സെൻറ്റൻസാണ് ലെറ്റ് മീ സ്റ്റോപ്പ് ടുഡേയ്സ് ക്ലാസ് ആൻഡ് സീ ടുമാറോ, ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തട്ടെ, നാളെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത്തരത്തിലാണ് ലെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്. ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇനിയും പറയാൻ കഴിയും, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.